ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരി. അടുത്തിടെയായിരുന്നു കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിക്ക് അർബുദമാണെന്നുള്ള വിവരം സ്ഥിരീകരിച്ചുകൊണ്ട് രേണു സുധി തന്നെ രംഗത്ത് വന്നത്. വളരെയധികം ഗുരുതരാവസ്ഥയിലാണെന്നും മൂന്നാമത്തെ സ്റ്റേജിലൂടെ താനിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ചികിത്സയുടെ ഭാഗമാണ് എന്ന് രേണു വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. ഇതിന്റെ ഭാഗമായി ചികിത്സയിൽ കഴിയുകയാണ് രേണു ഇപ്പോൾ. ഒരുപാട് പേർ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് രേണു പങ്കുവച്ച പുതിയൊരു വീഡിയോ ഏറെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. തന്റെ ഇപ്പോഴത്തെ രോഗവിവരത്തെയും അവസ്ഥയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് രേണു വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ തനിക്ക് നല്ല രീതിയിൽ ഓർമ്മക്കുറവുണ്ട് എന്നാണ് രേണു പറയുന്നത്. പല കാര്യങ്ങളും മറന്നു പോകുന്നു. കൂടാതെ തലയുടെ ഒരു വശത്താവട്ടെ വേദന പോലെ തോന്നാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കിടപ്പിൽ തന്നെയാണ്. ഒരുപാട് പേരാണ് തന്നെ വീട്ടിലേക്ക് വന്ന് കാണുന്നത്. എനിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി അവർ പുറത്തു നിന്നാണ് ചിലപ്പോൾ നോക്കിയിട്ട് പോകുന്നതും. പക്ഷേ തന്നെ ഏറെ വേദനിപ്പിക്കുന്നത്, താൻ 11 വയസ്സ് മുതൽ നോക്കിയ എൻ്റെ കുട്ടിയായ കിച്ചു സുധി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാത്രമല്ല എന്നെ ഒന്ന് ഫോൺ പോലും ചെയ്ത് ഈ വിവരത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നതാണ്. രേണുവിൻ്റെ പുതിയ വീഡിയോ കണ്ട് ഒരുപാട് പേർക്കാണ് വിഷമം തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്യുന്നത്. കിച്ചു ചെയ്യുന്നതും ഒട്ടും ശരിയല്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം രേണു സുധി എന്ന വ്യക്തി 11 വയസ്സ് മുതൽ കിച്ചുവിനെ നോക്കുന്നതാണ്. അവനിപ്പോൾ വളർന്ന് തനിച്ചൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ അവൻ ആരും വേണ്ട എന്ന മട്ടിലാണ് പെരുമാറുന്നതെന്നും, എത്ര തന്നെ ആയാലും അമ്മയെപ്പോലെ വരില്ലെങ്കിലും അമ്മയെപ്പോലെ തന്നെ നിന്ന് രേണു ഇത്രയും വളർത്തിയില്ലേ, ഒന്ന് അന്വേഷിച്ചെങ്കിലും പോവാമായിരുന്നു എന്നുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക.